ദേഹത്ത് വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും ഒരു വെള്ളി മോതിരം അങ്ങ് വാങ്ങാൻ കരുതി കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിലൊരു മിഞ്ചിയൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കരുതി എനിക്കൊരു മോതിരം വാങ്ങണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ പല പല വെള്ളിക്കടകളിൽ കയറി ഇറങ്ങി നിരങ്ങുകയാണ് ഗൈസ്. ആദ്യം ഒരു ബർത്ത് സ്റ്റോണിൽ ഒരു മോതിരം വാങ്ങാനായിരുന്നു ആഗ്രഹം. പിന്നെ അത് ഈ വിളയിലേക്ക് മാറി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ള കടകളെല്ലാം കയറി ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ നമ്മുടെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റ്, അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ഞാൻ തേരാപ്പാരം നടക്കുക കേട്ടോ. ഞായറാഴ്ചയാണ് വന്നത്. എങ്ങനെ കടകൾ വല്ലതും ഉണ്ടാവുമോ? എല്ലാം അടച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാനിങ്ങനെ തപ്പി 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 നമ്മുടെ കൈരളി ജുവലേഴ്സിൽ വന്ന് കയറി. അവിടെ വന്നപ്പോൾ അത്യാവശ്യം നിറയെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദേ തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്നു, ഗുരുവായൂരപ്പൻ ഇരിക്കുന്നു, ഗണപതി ഭഗവാൻ ഇരിക്കുന്നു. ഇതെല്ലാം സിൽവർ ആട്ടോ. ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞെട്ടൽ മാറാനായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ മിഞ്ചി എടുക്കൂ കാണട്ടെ, മോതിരം എടുക്കൂ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് മോതിരവും മിഞ്ചിയും എല്ലാം വാരി പറക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ല. എങ്കിലും എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാനൊരു മോതിരവും എടുത്തു, ഒരു മിഞ്ചിയും എടുത്തു. മോതിരം എന്ന് പറഞ്ഞാൽ ആമമോതിരം കേട്ടോ എടുത്തത്. ആമമോതിരമൊക്കെ കയ്യിലിട്ട പിന്നെ ഒന്നും നോക്കണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ഞാനൊരു ആമമോതിരം വാങ്ങി. ആക്ച്വലി ഞാൻ എൻ്റെ ബർത്ത് സ്റ്റോണിലൊരു മോതിരം വാങ്ങാനാണ് പോയത്. പക്ഷേ ബർത്ത് സ്റ്റോൺ അവർ ചെയ്ത് തരത്തില്ല. ചെയ്ത് തരും, പക്ഷേ ഓൾറെഡി ചെയ്തത് വരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. എങ്കിൽ ശരി, ഉള്ളതാവട്ടെ എന്ന് കരുതി ആമമോതിരം എടുത്തു. ഫോക്കസ് ഔട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ ആമമോതിരം? അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വിരലിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഞാൻ സിമ്പിൾ മോതിരം വാങ്ങാനാണ് പോയത്. പക്ഷേ ആമമോതിരം എൻ്റെ വിരലിൽ ഇട്ടപ്പോഴേക്കും നല്ല വലുതായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആമമോതിരം എല്ലാം വാങ്ങിയ ശേഷം അടുത്ത് മിഞ്ചിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ആദ്യം ഒരു താമര എടുത്ത് കാലിലിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, വല്ലാതെ തോന്നി. പിന്നെ ഞാൻ വേറൊരു സ്റ്റോൺ വെച്ചൊരു മിഞ്ചി എടുത്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മിഞ്ചിയും മോതിരമൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കണ്ടാൽ മതി. ഈ ഏട്ടൻ എന്താണ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്? മിഞ്ചിയും കണ്ടില്ല, മോതിരവും കണ്ടില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാട്ടോ കണ്ടത്. പിന്നെ ഉള്ളതാവട്ടെ എന്ന് കരുതി ഞാൻ ഇട്ടു. ഞാൻ വന്നത് കൈരളി ജ്വല്ലറിയിലാണ്. അവിടെ ഗോൾഡും ഉണ്ട്, സിൽവറും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നു നമ്മുടെ മോതിരവും മിഞ്ചിയും. ഗൈസ് മിഞ്ചിയുടെ വീഡിയോ ഏട്ടൻ എടുത്തിട്ടുണ്ട്. വെറുതെ ഏട്ടനെ ചീത്ത വിളിച്ചു. ഇതാണ് ഞാൻ വാങ്ങിയ മിഞ്ചി. ഓൾറെഡി എൻ്റെ കാലിൽ മിഞ്ചി ഉണ്ടായിരുന്നു. അതിനെ കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിയത്. ആ മിഞ്ചി വാങ്ങി വർഷങ്ങളുടെ പഴക്കമുണ്ട് കേട്ടോ ആ മിഞ്ചിക്ക്. അതുകൊണ്ട് അതിനെ അങ്ങ് കൊടുത്തിട്ട് പുതിയതിലേക്ക് വന്നത്. എന്തായാലും ആ ചേട്ടൻ കൈവച്ച് മറച്ചേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മിഞ്ചി കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചേട്ടൻ കൈ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഞ്ചി കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ മിഞ്ചി ഗൈസ്.